السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ്, ആ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യൽ വളരെയേറെ പ്രതിഫലമുള്ള ഒരു അമലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും പാരായണം ചെയ്ത് പഠിക്കലും പഠിപ്പിക്കലും പുണ്യം തന്നെ. ഖുർആൻ പാരായണം ചെയ്യൽ പുണ്യമുള്ളതുപോലെ തന്നെ പാരായണം ചെയ്യുന്നത് കേൾക്കലും പുണ്യമാണ് എന്ന് മാത്രമല്ല, ഖുർആനിലേക്ക് നോക്കൽ പോലും പുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ ആകെ 114 സൂറത്തുകളാണല്ലോ ഉള്ളത്. 6666 ആയത്തുകളുമുണ്ട്. 114 സൂറത്തുകളിൽ നിന്നുമുള്ള ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. 6666 ആയത്തുകളിൽ നിന്നുള്ള ചില ആയത്തുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. എന്നാൽ ഖുർആനിൽ നിന്നും ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ വ്യാഖ്യാന പഠനമാണ് നാം ഇന്ന് നടത്താൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ല രൂപത്തിൽ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, യാ അബൽ മുൻസിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം. വിശുദ്ധ ഖുർആനിൽ നിന്നും ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ് എന്ന് അറിയുമോ? മഹാനവർകൾ അതിന് മറുപടി പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബ്, അതേപോലെ തന്നെ ബഹുമാനം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിനും റസൂലിനും അറിയാം എന്ന് മഹാനവർകൾ അതിന് മറുപടി പറഞ്ഞു. അബുൽ മുൻസിർ എന്ന് പറഞ്ഞാൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. മഹാനവർകളെ വിളിക്കുന്നൊരു പേരാണ് അബുൽ മുൻസിർ. അങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നിവരോട് ചോദിച്ചു, ഖുർആനിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? അവസാനം മഹാനവർകൾ മറുപടി പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയാണ് എന്ന് മഹാനവർകൾ മറുപടി പറഞ്ഞപ്പോൾ ഫളറബ ഫീ സദ്രി, ലുത്ഫോടെ സ്നേഹത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് മഹാനവർകളുടെ നെഞ്ചത്തടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് എന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, നിന്റെ ഇൽമു നിന്നെ സന്തോഷിപ്പിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്നും ഏറ്റവും മഹത്വമുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ലികുല്ലി ഷൈഇൻ സിനാം. ഏതൊരു വസ്തുവിനും ആ വസ്തുവിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ഒരു സ്ഥലമുണ്ടാകും. വസിനാമുൽ ഖുർആനി ബഖറ.
ഖുർആനിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭാഗം സൂറത്തുൽ ബഖറയാണ്. വഫീഹാ ആയത്തുൻ, ആ സൂറത്തുൽ ബഖറയിലുണ്ടൊരായത്ത്, ഹിയ സയ്യിദത്തു ആയിൽ ഖുർആൻ, അത് മറ്റുള്ള എല്ലാ ആയത്തുകളുടെയും നേതാവാണ്. അത് ഏത് ആയത്താണെന്നറിയുമോ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും നേതാവ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ളൊരു ഹദീസിൽ കാണാം, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ റമളാനിലെ സകാത്തിൻ്റെ മുതലിനെ നോക്കാൻ ഏൽപ്പിച്ചു. ഞാൻ സക്കാത്തിൻ്റെ മുതലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ രാത്രി ഒരാൾ വന്നു സക്കാത്തിൻ്റെ മുതലിൽ നിന്നും കൈയിട്ടിങ്ങനെ വാരാൻ തുടങ്ങി. ഞാൻ അവനോട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാൻ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഇന്നി മുഹ്താജ് വഅലയ്യ ഇയാൽ, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളാണ്, ഞാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സകാത്തിൻ്റെ മുതലിൽ നിന്ന് കൈയിട്ട് വാരിയെടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫഖല്ലൈതു അൻഹു, ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടു. ഫഅസ്ബഹ്തു, അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രി താങ്കൾ അറസ്റ്റ് ചെയ്ത കള്ളനെ എന്തു ചെയ്തു അബൂ ഹുറൈറ? അപ്പോൾ മഹാനവർകൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ശകാ ഹാജതൻ ശദീദ, ആ വന്ന മനുഷ്യൻ അവൻ്റെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നോട് പറഞ്ഞപ്പോൾ ഫറഹിംതുഹു ഫഖല്ലൈതു സബീല, ഞാൻ അവനോട് കരുണ കാണിച്ചു, അലിവ് കാണിച്ചു, ഞാൻ അവൻ്റെ വഴിക്ക് വിടുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ എന്നിവരോട് പറയുകയാണ്, അമാ ഇന്നഹു ഖദ് കദബക വസയഊദ്, അവൻ കള്ളമാണ് താങ്കളോട് പറഞ്ഞത്, വീണ്ടും അവൻ വരും. ഞാൻ പിറ്റേ ദിവസവും രാത്രി കാത്തു, എന്തായിട്ടും വരുമെന്ന് എനിക്കറിയാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറഞ്ഞത്. പിറ്റേ ദിവസവും ആ മനുഷ്യൻ വന്നു, ആ ധനത്തിൽ നിന്നിങ്ങനെ കൈയിട്ട് ഇങ്ങനെ വാരുകയാണ്. അപ്പോൾ ഞാൻ അവനെ പിടിച്ചു, എന്നിട്ട് അവനോട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാൻ നിന്നെ അള്ളാൻ്റെ ഹബീബിൻ്റെ മുന്നിൽ ഹാജരാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞു, ദഅനി, എന്നൊന്ന് വിട്ടേക്ക് മനുഷ്യ, ഫഇന്നി മുഹ്താജ് വഅലയ്യ ഇയാൽ ലാ അഊദ്, ഇനി ഞാൻ വരൂല, തീർച്ചയായും ഇനി ഞാൻ വരൂല, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്, ഇനി ഞാൻ വരൂല. അങ്ങനെ ആ മനുഷ്യൻ അവൻ്റെ ആവലാദികളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിട്ടു. ഫഖല്ലൈതു സബീല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, മാ ഫഅല അസീറുകൽ ബാരിഹ, ഓ അബൂ ഹുറൈറ, താങ്കൾ ഇന്നലെ രാത്രിയും അറസ്റ്റ് ചെയ്ത കള്ളനെ എന്തു ചെയ്തു? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, അവൻ കളവ് പറഞ്ഞതാണ്, വീണ്ടും അവൻ വരുന്നതാണ്. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ വന്നു, സക്കാത്തിൻ്റെ മുതൽ ഇങ്ങനെ വാരിയെടുക്കാൻ തുടങ്ങി. ഞാൻ അവനെ പിടിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ഇനി നിന്നെ വിടുന്നൊരു പ്രശ്നമേ ഇല്ല, തീർച്ചയായും അള്ളാന്റെ ഹബീബിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ ഹാജരാക്കുക തന്നെ ചെയ്യും. ആ മനുഷ്യൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. പക്ഷേ മഹാനവറുകൾ കേട്ടില്ല. ഇനി ഞാൻ നിന്നെ വിടുന്നൊരു പ്രശ്നമേ ഇല്ല.
അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ദഅനി ഉഅല്ലിംക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹാ, നീ എന്നെ വിട്ടാൽ നിനക്ക് ചില കലിമത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ കലിമത്തുകളെ കൊണ്ട് നിനക്ക് വലിയ ഉപകാരം അല്ലാഹു തആല ചെയ്യുന്നതാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, ഖുൽതു മാഹു, ഏതാണ് ആ വചനങ്ങൾ, ആ കലിമത്തുകൾ? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ രാത്രി കിടക്കാൻ വേണ്ടി വിരുപ്പിലേക്ക് കടന്നാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്തുൽ കുർസി നായി പാരായണം ചെയ്താൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിസ്, തീർച്ചയായും നിനക്ക് അല്ലാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. വലാ യഖറബന്നക ശൈത്താൻ, പിശാച് നിന്നോടടുക്കുകയും ചെയ്യുകയില്ല. ഹത്താ തുസ്ബിഹ്, രാവിലെയാകുന്നതുവരെ. വലിയൊരു കാര്യമാണ് മഹാനവറുകൾക്ക് ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇതങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഫഖല്ലൈതു സബീല, ആ മനുഷ്യൻ്റെ വഴിക്ക് ഞാൻ വിട്ടു, അവനെ വെറുതെ വിട്ടു. അങ്ങനെ ഫഅസ്ബഹ്ത്, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെയും രാത്രി താങ്കൾ അറസ്റ്റ് ചെയ്ത കള്ളനെ എന്തു ചെയ്തു? അപ്പോൾ മഹാനവർകൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ഈ ഒരു വചനം പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമാ ഇന്നഹു ഖദ് സദഖക്, ആ പറഞ്ഞത് സത്യമാണ്. മുമ്പുള്ള 2 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ വന്ന മനുഷ്യൻ പറഞ്ഞത് കളവാണ് എന്നായിരുന്നുവെങ്കിൽ, 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വന്ന മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്. വഹുവ മക്ദൂബ്, എങ്കിലും അവൻ കള്ളനാണ്. ആ പറഞ്ഞത് സത്യമാണെങ്കിലും അവൻ കള്ളനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരോട് ചോദിക്കുകയാണ്, മുമ്പുള്ള 3 ദിവസവും രാത്രി വന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? അപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ലാ, എനിക്കറിയില്ല. ദാക ശൈത്താൻ, അത് പിശാചാണ്. ഈ ഹദീസിൽ നിന്നും നമുക്കെന്ത് മനസ്സിലായി? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാക്കുന്നതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം, ഇഖ്ലാസ് പാരായണം ചെയ്യണം, മുഅവ്വിദത്തൈനി, മറ്റ് ദിക്റുകളെല്ലാം പാരായണം ചെയ്യണം. കൂടെ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യണം. എന്താണ് കാരണം? നമ്മെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് പിശാചാണ്. ഹറാം ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. കിബ്ർ, അസൂയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തിന്മകളുടെയും കാരണക്കാരൻ പിശാചാണ്. മാനസിക പിരിമുറുക്കത്തിന് കാരണം പിശാചാണ്. വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള നന്മകളെല്ലാം നാം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പിശാച് നമ്മെ തടയുന്നു. അത്തരത്തിലുള്ള ആ പിശാചിനെ തൊട്ട് കാവൽ ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യൂ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവൻ്റെയും അവൻ്റെ അയൽവാസികളുടെ വീട്ടിലും ശൈത്താനിൻ്റെ ശല്യം, പിശാചിൻ്റെ ശല്യം ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലുണ്ട്.
ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന വീട്ടിൽ 30 ദിവസം പിശാചിൻ്റെ ശല്യമുണ്ടാവുകയില്ല. 40 ദിവസത്തോളം മാരണക്കാരൻ സിഹർ ചെയ്യുന്നവൻ അവൻ്റെ വീട്ടിലേക്ക് അടുക്കുകയില്ല, അവൻ്റെ അയൽവാസികളുടെ വീടുകളിലേക്കും പ്രവേശിക്കുകയില്ല എന്നും ചില ഹദീസുകളിൽ കാണാം. മാനസികമോ ശാരീരികമോ ആയ എന്ത് പ്രയാസങ്ങൾ വന്നാലും ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല തീർത്തു കൊടുക്കുന്നതാണ്. ആയത്തുൽ കുർസിക്കൊരു നാവും 2 ചുണ്ടുകളുമുണ്ട്. അത് അർശിൻ്റെ തൂണിൻ്റെ അരികിൽ വെച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധി ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചില ഹദീസുകളിൽ കാണാം. നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ചില തങ്ങന്മാരെയും ഉസ്താദുമാരെയും സമീപിക്കുമ്പോൾ അവർ മന്ത്രിക്കാൻ വേണ്ടി നമുക്ക് സാധാരണ തരാറുള്ളത് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, അതോടൊപ്പം ആയത്തുൽ കുർസിയാണ്. എന്താണ് കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. കണ്ണേറ്, പൈശാചിക ബാധ, സിഹർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ മതി. ഈ ആയത്ത് പാരായണം ചെയ്താലുള്ള ശ്രേഷ്ഠതകളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും പറയുന്ന നിരവധി ഹദീസുകളും ചരിത്ര സംഭവങ്ങളുമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഈ ഉള്ളവൻ ഇപ്പോൾ മുതിരുന്നില്ല. ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീർ, വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, പരമമായ ലക്ഷ്യമേതാണ്? അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി സ്വർഗപ്രവേശനമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ആയത്തൽ കുർസി ദുബുറ കുല്ലി സ്വലാഹ്, വല്ലൊരുത്തനും എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്, മരണമല്ലാതെ മറ്റൊന്നും അവൻ്റെ സ്വർഗപ്രവേശനത്തെ തടയുകയില്ല. മരിച്ചോ അവൻ സ്വർഗത്തിലാണ്. കൃത്യമായി എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിലാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലപ്പുറം നമുക്കെന്ത് വേണം? അതിനാൽ ഈ ആയത്തുൽ കുർസി തജ്വീദ് അനുസരിച്ച് തെറ്റുകൂടാതെ നാം ഓതി പഠിക്കണം. ഇതിൻ്റെ ആശയവും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം, തഫ്സീറിലേക്ക് നമുക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഒരു ഇലാഹും ഇല്ല. ഇത് ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ മുദ്രാവാക്യമാണ്. ലാ മഅബൂദ ബിഹഖിൻ ഫിൽ വുജൂദ്, ഉണ്മയിൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല. അവൻ ഉണ്ടായവനല്ല, ഉള്ളവനാണ്. ഉണ്ടായവനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ ഒരാൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചുണ്ടായവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റൊന്നും ഇല്ല. അവൻ്റെ ഗുണത്തിലോ സത്തയിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ അറിവിലോ കഴിവിലോ ഒന്നിലും അവന് തുല്യനായി മറ്റൊന്നും ഇല്ല, മറ്റൊരാളും ഇല്ല. ഇത് നാം അറിഞ്ഞു ഉറപ്പിച്ചു തറപ്പിച്ചു നാം വിശ്വസിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരു ഇലാഹും ഇല്ല. അല്ലാഹു മാത്രമാണ് ഇലാഹ്.
എന്ന് നാം അറിഞ്ഞു ഉറപ്പിച്ചു വിശ്വസിക്കുക തന്നെ ചെയ്യണം. എന്നാലേ മുസ്ലിമാവുകയുള്ളൂ. തുടർന്ന് അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങളാണ് പറയുന്നത്. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ തഫ്സീർ ജലാലൈനിൽ കാണാം അദ്ദായിമുൽ ബഖാ, എന്നെന്നും ജീവിക്കുന്നവൻ. അൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവനായ അള്ളാഹു. അവൻ്റെ ജീവന് തുടക്കമില്ല, ഒടുക്കവുമില്ല. ഒരു കുട്ടി ജനിക്കുന്നു, ശൈശവം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞ് അവസാനം മരിക്കുന്നു. ആ രൂപത്തിൽ തന്നെയാണ് സസ്യങ്ങളും ജന്തുക്കളും. അതേപോലെ തന്നെ ഭൂമിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നശിക്കുന്നതാണ്. മഹത്വവും ഉദാരതയുമുള്ള അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമാണ് അവശേഷിക്കുന്നത്. പറഞ്ഞു വന്നത് അല്ലാഹു മാത്രമാണ്. അദ്ദായിമുൽ ബഖാ അഥവാ അൽ ഹൈ, എന്നെന്നും ജീവിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ മുബാലിഗു ഫിൽ ഖിയാമി ബിതദ്ബീരി ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളെ നിയന്ത്രിച്ചു നിന്നു പോരുന്നതിൽ ഗൗരവം കാണിക്കുന്നവനുമായ അല്ലാഹു. അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, കോടാനുകോടി നക്ഷത്രങ്ങൾ, ജന്തുക്കൾ, സസ്യങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ. അവയെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ നിയന്ത്രിച്ചു പോരുമ്പോൾ എന്തെങ്കിലും ക്ഷീണമോ ഉറക്കമോ പ്രയാസമോ ഉണ്ടാകുമോ? ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. മയക്കമോ ഉറക്കമോ അവന് പിടികൂടുകയില്ല. അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ഒന്നും ഉണ്ടാവുകയില്ല. ലാ തഅഖുദുഹു സിന. സിന എന്ന് പറഞ്ഞാൽ നിദ്രയുടെ, ഉറക്കത്തിൻ്റെ പ്രാരംഭ അവസ്ഥയാണ് സിന. നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. വാഹനം ഓടിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഉറക്കം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ വിമാനം പറത്തുന്ന പൈലറ്റിന് ഉറക്കം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഈ ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്തെങ്കിലും ഒരു ഉറക്കമുണ്ടോ? എന്തെങ്കിലും ക്ഷീണമുണ്ടോ? പ്രയാസമുണ്ടോ? ഒന്നും ഇല്ല. അവനെ മറക്കമോ ഉറക്കമോ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. മുൽക്കൻ വ ഖൽഖൻ വ അബീദാ. അടിമ, സൃഷ്ടിപ്പ്, കൈകാര്യം, ഉടമ. ആകാശഭൂമികളിലെ സർവ്വതും എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ബാഹ്യദൃഷ്ടിയിൽ മനുഷ്യന് പലതിലും അധികാരമുണ്ടായേക്കാം. യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും അധികാരം, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അല്ലാഹുവിനാണ്. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം സർവ്വതും അത് അല്ലാഹുവിൻ്റെ അധികാരത്തിലുള്ളതാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. മൻ ദല്ലദീ, ആരാണ്? യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരാണ്? ഐലാ അഹദ്, ഒരാളും ഇല്ല, ആരും ഇല്ല. അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ആരും ഇല്ല. ശുപാർശ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം നൽകിയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ തുടങ്ങിയവരല്ലാത്ത ആരും ഉണ്ടാവുകയില്ല. മക്കത്തെ കാഫിരീങ്ങളിൽ ചിലർ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നാളെ മഹ്ശറിൽ വെച്ച് ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അനുവാദം നൽകിയവരല്ലാത്ത ഒരാളും അവിടെ ശുപാർശ ചെയ്യുകയില്ല.
യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ഐ മിൻ അംരി ദുനിയാ വൽ ആഖിറ. സൃഷ്ടികളുടെ കരങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത്, മുമ്പിലുള്ളതും പിന്നിലുള്ളതും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അറിയുന്നതാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും അറിയും. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസമില്ലാതെ, ചെറുതോ വലുതോ എന്ന് വേർതിരിവില്ലാതെ, കണ്ടും കേട്ടും വീക്ഷിച്ചും എല്ലാം അറിയുന്നവനാണ്. ولا يحيطون بشيء من علمه إلا بما شاء أي لا يعلمون شيئا من معلوماته. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതല്ലാത്ത അവൻ്റെ ഇൽമിൽ നിന്നുള്ള ഒന്നും സൃഷ്ടികൾക്ക് വലയം ചെയ്യുകയില്ല. സൃഷ്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. പൂർണ്ണമായ അവസ്ഥയിൽ സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല അവൻ ഉദ്ദേശിച്ച ഇൽമൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ നിന്നുള്ള ഒന്നും സൃഷ്ടികളെ വലയം ചെയ്യുകയില്ല, സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇല്ലാ ബിമാഷാ, ഒന്നുകൊണ്ടുള്ള അറിവ് ഒഴികെ. അവൻ ഉദ്ദേശിച്ചതും മുർസലീങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതുമായ അറിവൊഴികെ മറ്റൊന്നും സൃഷ്ടികൾക്ക് അറിയുകയില്ല, മനസ്സിലാക്കാൻ കഴിയുകയില്ല. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അവൻ്റെ കുർസി ആകാശഭൂമികൾ ഉൾക്കൊള്ളുമാറു വിശാലമായിരിക്കുന്നു. അതിവിശാലമാണ് അവൻ്റെ കുർസി. അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞത് അതിവിശാലമാണ്. ഖീല അഹാത ഇൽമുഹു ബിഹിമാ, അവൻ്റെ അറിവ് ആകാശഭൂമികളെ ഉൾക്കൊള്ളുമാർ വിശാലമായിരിക്കുന്നു എന്നും വ്യാഖ്യാനം കാണാം. മറ്റൊരു വ്യാഖ്യാനം ഖീല മുൽക്കുഹു, അവൻ്റെ അധികാരം ആകാശഭൂമികൾ ഉൾക്കൊള്ളുമാറാണ്. അത്രക്ക് വലിയ വിശാലമാണ് അവൻ്റെ അധികാരം എന്നും വ്യാഖ്യാനമുണ്ട്. കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുമുള്ള വലിയൊരു സൃഷ്ടിയാണ്. ഭൂമി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ, എത്ര വലിയതാണ്. ആകാശം, 7 ആകാശങ്ങൾ എത്ര വലിയതാണ്. അതേപോലെ ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും വലിയതാണ് കുർസി എന്ന് പറയുന്നത്. 7 ആകാശം 7 ഭൂമി. ലിഹദീസി മാ ഫിസ് സമാവാതി സബ്ഉ ഫിൽ കുർസി, 7 ആകാശങ്ങൾ കുർസിയിലല്ല. ഒരു ഹദീസിൽ കാണാം 7 ആകാശങ്ങൾ കുർസിയിലല്ല. ഇല്ലാ കദറാഹിമ സബ്അ ഉൽഖിയത് ഫീ തുർസിൻ, പരിചയിൽ ഇടപെട്ട 7 ദിർഹമുകൾ പോലെയല്ലാതെയല്ല. ഒരു പരിചയിൽ 7 ദിർഹമുകൾ ഇട്ടാൽ ഏതുപോലെ ആയിരിക്കും? അതേപോലെ ആയിരിക്കും അള്ളാഹുവിൻ്റെ കുർസി. അത്ര വിശാലമാണ്. അൽ കുർസിയു മഖ്ലൂഖുൻ അദീമുൻ ഫൗഖസ് സമാഇ സാബിഅ, 7-ാം ആകാശത്തിൻ്റെ മുകളിലുള്ള അള്ളാഹുവിൻ്റെ ഒരു വലിയ സൃഷ്ടിയാണ് കുർസി എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ബൈന സമാഇ ദുനിയാ വല്ലതി തലിഹ, 1-ാം ആകാശത്തിൻ്റെയും 2-ാം ആകാശത്തിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യം 500 ആം, 500 വർഷത്തെ സഞ്ചാര ദൈർഘ്യമാണ്. വബൈന കുല്ലി സമാഇൻ 500 ആം, ഓരോ ആകാശങ്ങളുടെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ 2-ാം ആകാശം 3-ാം ആകാശം ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യം, 3-ാം ആകാശം 4-ാം ആകാശം, ഇങ്ങനെ 7 ആകാശങ്ങൾ, അതത് ആകാശങ്ങളുടെ ഇടയിലുള്ള ദൈർഘ്യം 500 വർഷത്തെ ദൈർഘ്യമാണ്, സഞ്ചാര ദൈർഘ്യമാണ്. വബൈന സാബിഅ വൽ കുർസി, 7-ാം ആകാശത്തിൻ്റെയും അതേപോലെ തന്നെ കുർസിയിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യവും 500 ആം, 500 വർഷത്തെ ദൈർഘ്യമാണ്. പറഞ്ഞു വന്നത് കുർസി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുമുള്ള ഒരു വലിയ സൃഷ്ടി തന്നെയാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ ഐസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൂക്ഷിക്കുന്നതിൽ അവനെ ക്ഷീണിപ്പിക്കുകയില്ല. വലാ യുഅ്ജിസു ഹിഫ്ളുസ് സമാവാതി വൽ അർള്, 7 ആകാശം 7 ഭൂമി
ഇതിനെ സൂക്ഷിക്കുമ്പോൾ അവന് എന്തെങ്കിലും പ്രയാസമുണ്ടാവുമോ? ബൽ സഹ്ലുൻ അലൈ യസീറുൻ ലദൈ. അല്ലാഹു തആലാക്ക് അതൊക്കെ എളുപ്പമാണ്, നിസ്സാരമാണ്. 7 ആകാശവും 7 ഭൂമിയും സൂക്ഷിക്കുമ്പോൾ അല്ലാഹു തആലാക്ക് ഒരു പ്രയാസവും ഇല്ല, അതൊക്കെ അവന് എളുപ്പമാണ്. വഹുവൽ അലിയുൽ അദീം അൽ കബീർ. അല്ലാഹു സുബ്ഹാനഹു തആല മഹത്വമുള്ളവനാണ്. കണ്ണേറ്, സിഹർ തുടങ്ങിയ പൈശാചിക ബുദ്ധിമുട്ടിൽ നിന്നും ശമനം ലഭിക്കാൻ, ദുന്യവിയും ഉഖ്റവിയുമായ സകല വിഷയങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ ഈ ആയത്ത് നാം പാരായണം ചെയ്യണം. തജ്വീദ് അനുസരിച്ച് നാം ഓതിപ്പഠിക്കണം. തഫ്സീർ ജലാലീനിയുടെ ആശയമാണ് ഇതുവരെ നാം വിവരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിൻ്റെ എല്ലാ മഹത്വവും ശ്രേഷ്ഠതകളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആയത്തുൽ കുർസി തജ്വീദ് പഠനം നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ ആവാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.